കാന്തപുരത്തിൻ്റെ പതിവ് പ്രസ്താവന വന്നിട്ടുണ്ട്, സ്ത്രീകളെ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കരുത് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളും ഇടകലർന്നിട്ടാണ് ജീവിക്കുന്നത്. അമുസ്ലിം സ്ത്രീകൾ പർദ്ദയിടാറില്ല. ഇപ്പോൾ സംഘികൾ പറയുന്നത് പോലെ മുസ്ലിങ്ങൾ പർദ്ദയിടാത്ത സ്ത്രീകളെ കണ്ടാൽ പോയിട്ട് ബലാത്സംഗം ചെയ്യാറുണ്ടോ? വീട്ടിൽ ഉമ്മയുടെ തുണിയൊന്നും മാറിയാൽ ഇവർ പോയിട്ട് ബലാത്സംഗം ചെയ്യോ? ഇല്ലല്ലോ. ബാങ്കുകളിൽ നോട്ടെണ്ണുന്ന ആളുകൾ, പൈസ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ശമ്പളക്കാർ, ഇവരൊക്കെ ആ പണം എടുത്തിട്ട് കൊള്ളയടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ കാര്യം? ഒന്നാമത് അത് ശരിയല്ല എന്നുള്ളൊരു നീതിബോധം, രണ്ടാമത് ഇവിടെ ശിക്ഷിക്കുമെന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ നമ്മൾക്ക് സ്വയം പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം നിയന്ത്രിക്കുകയാണ് വേണ്ടത്. മദ്രസകളിൽ പോകുന്ന 5-6 വയസ്സുള്ള കുട്ടികളെ പർദ്ദയിടിച്ചിട്ട് എനിക്കത് കാണുമ്പോൾ വിഷമം വരും. ഇവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഇവരുടെ മാതൃകാ പുരുഷൻ മുഹമ്മദ് അല്ലേ? മുഹമ്മദിന് 6 വയസ്സുള്ള കുട്ടികളെ കണ്ടാൽ കാമം തോന്നും. അങ്ങനെ പെണ്ണുങ്ങളെ കണ്ടാൽ ആകർഷണം തോന്നി കെട്ടി 12 കഴിഞ്ഞപ്പോൾ അള്ളാഹു തന്നെ ആയത്തിറക്കി, ഇനി കെട്ടണ്ട, പെണ്ണുങ്ങളെ കണ്ടിട്ട് നിനക്ക് അജബായാലും അടിമയാക്കുക എന്ന് പറഞ്ഞു അള്ളാഹു. അപ്പൊ അങ്ങനെയുള്ള കാമഭ്രാന്തന്മാരല്ല ഇന്നത്തെ മുസ്ലിങ്ങൾ അടക്കം. മദ്രസയിൽ ഇഷ്ടം പോലെ പീഡനങ്ങൾ നടക്കുന്നില്ലേ? അതും ചെറിയ കുഞ്ഞുങ്ങൾക്ക് നേരെ. ഒരു മുതിർന്ന സ്ത്രീയെ കണ്ടാൽ ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിലടക്കി വെക്കുക. നമ്മൾ മൂരികളൊന്നുമല്ലോ, മനുഷ്യരല്ലേ. ആകർഷണം തോന്നുന്നത് സ്വാഭാവികമാണ്. കടകളിൽ അലങ്കരിച്ച അല്ലെങ്കിൽ ഹോട്ടലിന്റെ സൈഡിൽ പോകുമ്പോൾ മണമടിക്കും, തിന്നാൻ തോന്നും, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ മറ്റുള്ളവർ സംഘികൾ പറയുന്നത് പോലെയുള്ള പ്രാകൃതരായ ഒരു ജനവിഭാഗമായിട്ട് മുസ്ലിങ്ങളെ തരം താഴ്ത്തരുത്. പ്രത്യേകിച്ചിട്ടും അമേരിക്കൻ പോലെയുള്ള ക്രിസ്ത്യൻ ഭീകരർ, യൂറോപ്പിനെ പോലെയുള്ള ക്രിസ്ത്യൻ ഭീകരർ മുസ്ലിം രാജ്യങ്ങൾ ആക്രമിക്കുന്നതിന് കാരണം ഇതാണ്. അവരുടെ മനസ്സിലൊരു ന്യായമുണ്ട്. ഇവർ സ്ത്രീകളെ അടിച്ചമർത്തുന്നവരാണ്, സ്ത്രീകളെ കൊള്ളയടിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കിവരെ അടിച്ചമർത്താം, അടിമകളാക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, കൊലയേക്കാളും ഭീകരമാണ് അടിച്ചമർത്തൽ. അഫ്ഗാനിസ്ഥാനിൽ പോയൊരു സ്ത്രീ ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു. അതെ, ആണിനും ശാരീരിക വ്യത്യാസം പോട്ടെ, എല്ലാവർക്കും തലച്ചോറുള്ളൂ എന്നാണ്. എന്നെ ഒരിക്കലും ആരും നിയന്ത്രിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊന്ന് പുറത്തു പോയാൽ അവിടെ നാട്ടുകാർക്ക് മൊത്തം കാമം കയറും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് പുറത്തിറങ്ങണ്ടേ, എനിക്ക് തോന്നിയ സ്ഥലത്ത് പോകണ്ടേ. ഒരു പെണ്ണ് തനിച്ച് സഞ്ചരിച്ചാൽ അവൾ തെറ്റ് ചെയ്യുന്നു. ആരോടൊപ്പം തെറ്റ്? ഏതെങ്കിലും പുരുഷനൊപ്പം അല്ല തെറ്റ് ചെയ്യുള്ളൂ. ഇവിടെ മദ്രസയിൽ ഇഷ്ടം പോലെ ഡെയിലി പീഡനമാണ്. ഓക്കെ, അത് റിപ്പോർട്ട് ചെയ്യാൻ മുസ്ലിങ്ങൾ തയ്യാറാകുന്നുണ്ട്, അവർക്ക് ബോധമുണ്ട്. കുട്ടികളെ പീഡിപ്പിക്കുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും. ഇഷ്ടംപോലെ അച്ഛന്മാർ ഇഷ്ടംപോലെ പീഡിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവർ പീഡിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ നേരെ എന്തിനു നിങ്ങൾ ഇറക്കുന്നു എന്ന് വിചാരിച്ചിട്ട് മദ്രസകൾ കൂട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തിന് നേരെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ആർക്കും അവകാശമില്ല. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ചെയ്യുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരർ. മുസ്ലിങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. മുസ്ലിങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അത് ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതും തെറ്റാണ്. എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയല്ലല്ലോ. എല്ലാ ക്രിസ്ത്യാനികൾക്കും അതിന്റെ ഓഹരി കിട്ടുന്നില്ലല്ലോ. അമേരിക്കയും യൂറോപ്പും ഭരിക്കുന്ന ചില ലോബികൾ ആണ് അതിന്റെ പിന്നിൽ. ഇത് പറഞ്ഞാൽ സത്യം, അതാണ് സത്യം. പക്ഷേ സ്ത്രീകൾ അടിച്ചമർത്തുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സത്യമാണ്. അങ്ങനെ നിങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്തുമ്പോൾ നിങ്ങളെ മറ്റു പലരും അടിച്ചമർത്താൻ വരും. ഇവിടുത്തെ മനുഷ്യരെ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണ ലോബികൾ അടിച്ചമർത്തിയപ്പോഴാണ് ബ്രാഹ്മണ ലോബികളെ അടിച്ചമർത്താൻ പുറത്തുനിന്നും ആള് വന്നത്. അതുകൊണ്ട് എല്ലാവരെയും നമ്മളെ പോലെ കരുതുക, അപ്പോഴേ നമുക്ക് രക്ഷയുണ്ടാകൂ.